ഹരേ കൃഷ്ണ. ഇന്നത്തെ ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവാണ് ചരിതാമൃത പ്രഭുവും ടീമും ചെയ്യുന്നത്. ചൈതന്യ ചരിതാമൃതം പഠിക്കാൻ അവസരങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത് വളരെ ഭാഗ്യം ആയിട്ട് ഞാൻ കരുതുന്നു. ഹരേ കൃഷ്ണ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ശ്രീ അദ്വൈത ചന്ദ്ര ജയ ഗൗര ഭക്ത വൃന്ദ, ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗര ഭക്ത വൃന്ദ. श्री चैतन्य महाप्रभु की जय, श्रील प्रभुपाद की जय, श्रील गुरुदेव की जय, निताय गौर सिद्धनाथ प्रेमानंदे, हरि हरि बोल. हरे कृष्णा. पंचतत्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकं. नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्ति वेदांत स्वामिन्निति नामिने. नमस्ते सरस्वते देवे गौरवाणी प्रचारिणे, निर्विशेष शून्यवादी पाश्चात्य देशतारिणे. मूकं करोति वाचालं पंगुं लंघयते गिरिं, यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्येश्वरम्. कथाञ्जन स्मृते अस्मिन् दुष्करं सुकरं भवेत्, विस्मृते विपरीतं स्यात् श्रीचैतन्यं नमामि तम्. हरि ओम तत्सत्. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എന്നെ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. നമ്മള് ചൈതന്യ ചരിതാമൃതം എന്ന ഈ മഹത് ഗ്രന്ഥം പഠിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരാഴ്ച ആയിരുന്നു. സോ നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് ആമുഖം ത്തിന്റെ അവസാന ഭാഗത്തേക്കാണ്. ഇന്നുകൊണ്ട് നമുക്ക് ആമുഖം എന്ന് പറയുന്ന ആ ഭാഗം തീർക്കാനായി ശ്രമിക്കാം. ചൈതന്യ ചരിതാമൃതം നമ്മൾ പഠിക്കുന്നതിന് പ്രധാന കാരണം ഭഗവാന്റെ കൃപാലുവായ അവതാരം ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തെ കുറിച്ച് വളരെ വിശദമായി പറയുന്ന ഈ ഒരു ഗ്രന്ഥമാണ് മഹത് ഗ്രന്ഥം. കൃഷ്ണരാജ് ഗോസ്വാമി എന്ന് പറയുന്ന മഹാനായ വൈഷ്ണവൻ എഴുതിയ ഈ ഒരു ഗ്രന്ഥം ചൈതന്യ ശ്രീല പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നതനുസരിച്ച് നമ്മൾ പഠിക്കേണ്ട 3 ഗ്രന്ഥങ്ങൾ, പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളില് മൂന്നാമത്തേതാണ്. ശ്രീല പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഭഗവത്ഗീതയും ശ്രീമദ് ഭാഗവതവും ശ്രീ ചൈതന്യ ചരിതാമൃതവും ഈ 3 ഗ്രന്ഥം പഠിച്ചാൽ മതി എന്നാണ്. അല്ലെങ്കിൽ ഈ 3 ഗ്രന്ഥത്തില് എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് ശ്രീല പ്രഭുപാദ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നമ്മള് ഇത് പഠിക്കുന്നതിനുള്ള പ്രധാന കാരണം ചൈതന്യ ചരിതാമൃതം വായിക്കുന്നതിന് എന്തിനു വേണ്ടിയാണ്? ശ്രീല പ്രഭുപാദ് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഭഗവത്ഗീത ആദ്യം പഠിക്കണം, അതിനുശേഷം ശ്രീമദ് ഭാഗവതം പഠിക്കണം, അതിന് ചൈതന്യ ചരിതാമൃതം പഠിക്കണം എന്നാണ് നമുക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടിയിരിക്കുന്നത്. ഹരേ കൃഷ്ണ. എല്ലാവരും മ്യൂട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അല്ലെങ്കിൽ ഹോസ്റ്റ് ആരാണോ ആളൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. ഹരേ കൃഷ്ണ. താങ്ക് യു. അപ്പോ എന്തുകൊണ്ടാണ് ശ്രീല പ്രഭുപാദ് ഈ 3 ഗ്രന്ഥങ്ങൾ നമ്മളോട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയി പഠിക്കണമെന്ന് ആവശ്യപ്പെട്ടത്? ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഇന്നത്തെ പോർഷനിലേക്ക് നമുക്ക് കടക്കാം. ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നത് പ്രധാനപ്പെട്ട 5 വിഷയങ്ങളാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക എന്നൊരു ഉദ്ദേശമാണ് എനിക്കുള്ളത്. 5 വിഷയങ്ങളെ കുറിച്ച് ഭഗവത്ഗീത പഠിപ്പിക്കുന്നു. ഈശ്വര, ജീവ, പ്രകൃതി, കാല, കർമ്മ എന്ന് പറയുന്ന 5 വിഷയങ്ങളെ കുറിച്ച് ഭഗവത്ഗീത പഠിപ്പിച്ച് നമ്മൾ ആരാണെന്നും ഈശ്വരൻ ആരാണെന്നും കർമ്മം എന്താണ്, കർമ്മം എങ്ങനെ ചെയ്യണമെന്നും പ്രകൃതിയുടെ ഈ സൃഷ്ടിയിൽ പ്രകൃതിയുടെ കളി എന്താണ്, അല്ലെങ്കിൽ എന്താണ് പ്രകൃതിയുടെ ഉദ്ദേശമെന്നും സമയത്തിന്റെ പ്രഭാവം എത്രമാത്രം ഉണ്ട് എന്നും കാണിക്കുന്ന 5 വിഷയങ്ങളെ കുറിച്ച് നമ്മളെ പഠിപ്പിച്ചതിന് ശേഷം ഭഗവത്ഗീത അവസാനിക്കുന്നത് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ
അഹം ത്വാം സർവ പാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. അതായത് താൻ ആരാണ് എന്നുള്ളതാണ് നമ്മൾ ഭഗവത്ഗീതയിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുന്നത്. ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷൻ ആണ് ഭഗവത്ഗീത പഠിക്കുന്നതുകൊണ്ടുള്ള ഉദ്ദേശം. ഇങ്ങനെ താൻ ആരാണ് എന്ന് മനസ്സിലാക്കിയ ഒരുവൻ പിന്നീട് അറിയേണ്ടത് ഭഗവാൻ ആരാണ്, ഭഗവാനുമായുള്ള കണക്ഷൻ എന്താണ്, ആ കണക്ഷനെ എങ്ങനെ സ്ഥിരപ്പെടുത്താം അല്ലെങ്കിൽ ഊർജിതമാക്കാം, പിന്നെ ആ ഭഗവാനിലേക്ക് നമുക്ക് എങ്ങനെ എത്തിച്ചേരാം, അങ്ങനെ പറയുന്ന 3 വിഷയങ്ങൾ അടങ്ങിയ മഹത് ഗ്രന്ഥമായ ശ്രീമദ് ഭാഗവതത്തിലേക്ക് നമ്മൾ കടക്കും. സംബന്ധ, അഭിധേയ, പ്രയോജന എന്ന 3 വിഷയങ്ങളെ ആസ്പദമാക്കി നമ്മളെ പഠിപ്പിക്കുന്ന ഭഗവത് റിയലൈസേഷൻ അല്ലെങ്കിൽ ഭഗവത് സാക്ഷാത്കാരം അല്ലെങ്കിൽ ഗോഡ് റിയലൈസേഷൻ എന്ന വിഷയത്തിലേക്ക് നമ്മളെ ഒരു ചവിട്ടുപടിയുടെ മുൻപിലോട്ട് വെക്കാനായി സഹായിക്കുന്ന മഹത് ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. അപ്പോൾ ഭഗവത്ഗീതയിൽ കൂടി താൻ ആരാണ് എന്ന് നമ്മൾ പഠിച്ചുകൊണ്ട് ഭഗവാനെ അറിയാനായി അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായ സെൽഫ് റിയലൈസ്ഡ് സോൾ. കാരണം താൻ ആരാണ് എന്ന് മനസ്സിലാക്കാത്ത ഒരുവന് ഒരിക്കലും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അങ്ങനെ ഭഗവാനെ മനസ്സിലാക്കാനായി നമ്മളെ സഹായിക്കുന്ന ഈ മഹത് ഗ്രന്ഥം അവസാനിക്കുന്നത് നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനസ്തം നമാമി ഹരിം പരം എന്ന് പറയുന്ന ആ മഹത്തായ ശ്ലോകത്തിലേക്ക്. അപ്പൊ ഭഗവാനിൽ ശരണം പ്രാപിച്ചതിന് ശേഷം ഭഗവാനെ മനസ്സിലാക്കുകയും ഭഗവാനും നമ്മളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്ന് സംബന്ധ എന്ന വിഷയത്തിൽ കൂടി പഠിച്ച് അത് പ്രാക്ടിക്കലായി എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് നമ്മളെ സഹായിക്കുന്ന അനേകം ഗ്രന്ഥങ്ങളുടെ സഹായത്തോടു കൂടി നമ്മളത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി പ്രയോജന എന്ന ആ സാക്ഷാത്കാരത്തിലേക്ക് എത്തുന്ന ഒരുവന് ശ്രീമദ് ഭാഗവതം പറഞ്ഞു കൊടുക്കുന്നു, നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനസ്തം നമാമി ഹരിം പരം. ചില പ്രഭാത എഴുതിക്കുന്നു, I offer my respectful obeisances unto the Supreme Lord Hari, the congregational chanting of whose holy names destroy all sinful reactions, and the offering of obeisances unto whom relieves all material sufferings. നാമസങ്കീർത്തനമാണ് സർവ്വതിനും ആശ്രയം, എല്ലാ പാപങ്ങൾക്കും ദുഃഖത്തിനും ശമനം ആയിരിക്കുന്ന അല്ലെങ്കിൽ ശമനമാക്കി തരാൻ സാധിക്കുന്ന ശക്തിയുള്ളതാണ് നാമസങ്കീർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീമദ് ഭാഗവതം അവസാനിക്കുമ്പോൾ ചൈതന്യ ചരിതാമൃതം തുടങ്ങുന്നത് നാമസങ്കീർത്തനത്തിൽ നിന്നാണ്. ഇതാണ് ഈ പ്രധാനപ്പെട്ട 3 ഗ്രന്ഥങ്ങൾ തമ്മിലുള്ള കണക്ഷൻ. ഭഗവത്ഗീത എവിടെ അവസാനിക്കുന്നു അവിടെ ഭാഗവതം സ്റ്റാർട്ട് ചെയ്യുകയും ഭാഗവതം എവിടെ അവസാനിക്കുന്നു അവിടെ നിന്ന് ചൈതന്യ ചരിതാമൃതവും തുടങ്ങുകയും ചെയ്യുന്ന ആ കണ്ടിന്യൂവേഷൻ ഉള്ളത് കൊണ്ടാണ് ശ്രീ പ്രഭുപാദ് നമ്മളോട് ഈ ഓർഡറിൽ ഈ ഗ്രന്ഥങ്ങൾ പഠിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ചൈതന്യ ചരിതാമൃതത്തില് പ്രധാനപ്പെട്ട 3 വിഷയങ്ങളെ കുറിച്ചാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ജീവേർ ദ്വയ, നാമേർ രുചി, വൈഷ്ണവ സേവ. ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താൻ ആര് ഭഗവാൻ ആര് എന്ന തത്വത്തെക്കുറിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ജീവേർ ദ്വയ, നാമേർ രുചി, വൈഷ്ണവ സേവ എന്ന ആ ഒരു തലത്തിലേക്ക് ഒരു വ്യക്തിക്ക് എത്താൻ സാധിക്കും. സോ ഈ ഒരു നോട്ടോടുകൂടി നമുക്ക് നമ്മുടെ ഇന്നത്തെ ആമുഖത്തിലേക്ക് കടക്കാം. കഥാമൃതപ്പുറോട് ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ക്ഷമിക്കുക, ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കയറാൻ എനിക്ക് സാധിച്ചില്ല. നമ്മളിത് മുഴുവൻ വായിച്ചിട്ട് പറയുകയാണോ അതോ ജസ്റ്റ് ഇതിന്റെ സമ്മറി ആയിട്ട് നമ്മൾ പറഞ്ഞാൽ മതിയാകുമോ? എങ്ങനെയാണ് സാധാരണ? ഹരേ കൃഷ്ണ പ്രഭു, എങ്ങനെ വേണമെങ്കിലും ആവാം. നമ്മള് ഓരോ ദിവസവും എടുക്കുന്ന ക്ലാസ്സിന് ഇത്ര വായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് ഇടയ്ക്കിടയ്ക്ക് വായിച്ച് ഓരോ പാരഗ്രാഫ് കഴിഞ്ഞോടെ എക്സ്പ്ലനേഷൻ സ്റ്റാർട്ട് ചെയ്താലും ഭഗവാന്റെ കൃപയിൽ ഓക്കെ ആണ്. അതല്ല മൊത്തത്തില് അലോട്ട് ചെയ്ത ഭാഗം വായിച്ചിട്ട് ക്ലാസ് എടുത്താലും ഓക്കെയാണ് പ്രഭു. എങ്ങനെ ആയാലും ഓക്കെയാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, നമുക്ക് ഇതിനെക്കുറിച്ച് നമുക്ക് ചില പ്രഭുപാദ എഴുതിയിരിക്കുന്ന ആമുഖം എന്താണ് എന്ന് നമുക്ക് നോക്കാം. സാഖ്യയോഗത്തിന്റെ 8 തത്വങ്ങൾ: വ്യവസ്ഥാപിത തത്വങ്ങൾ പാലിക്കുക, യമം, നിയമങ്ങൾ പിന്തുടരുക, വിവിധ ആസനമുറകൾ അഭ്യസിക്കുക, ശ്വസന വ്യായാമം ചെയ്യുക, പ്രാണായാമം, ഇന്ദ്രിയ വസ്തുക്കളിൽ നിന്ന് പിൻവലിക്കുക തുടങ്ങിയവ ശാരീരിക സങ്കല്പത്തിൽ അത്യധികം മുഴുകിയവർക്ക് ഉദ്ദേശിച്ചിട്ടുള്ളതാണ്.
കൃഷ്ണാവബോധത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുദ്ധിയുള്ള മനുഷ്യൻ തന്റെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെ ബലം പ്രയോഗിച്ച് തടയാൻ ശ്രമിക്കില്ല. പകരം അവൻ തന്റെ ഇന്ദ്രിയങ്ങളെ കൃഷ്ണന്റെ സേവനത്തിൽ വ്യാപരിപ്പിക്കുന്നു. ഒരു കുട്ടിയെ നിഷ്ക്രിയനാക്കി അവന്റെ കളികൾ അവസാനിപ്പിക്കാൻ ആരാലും സാധ്യമല്ല. മറിച്ച് അവനെ ഉയർന്ന പ്രവർത്തനങ്ങളിൽ മുഴുകിച്ചുകൊണ്ട് അബദ്ധങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കാൻ കഴിയും. അതുപോലെ താഴ്ന്ന നിലവാരത്തിലുള്ള ആളുകൾക്കാണ് അഷ്ടാംഗ യോഗത്തിലൂടെയുള്ള നിർബന്ധിതമായ ഇന്ദ്രിയ പ്രവർത്തനങ്ങളുടെ സംയമനം ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഉയർന്ന നിലവാരത്തിലുള്ളവർ ശ്രേഷ്ഠമായ ബോധകർമ്മങ്ങളിൽ വ്യാപൃതരാകുന്നതിനാൽ ഭൗതികാസ്തിത്വത്തിന്റെ അധമ പ്രവൃത്തികളിൽ നിന്ന് സ്വാഭാവികമായി വിരമിക്കുന്നു. ഹരേ കൃഷ്ണ. ശ്രീ പ്രഭുപാദ് ഇവിടെ നമുക്ക് വളരെ മനോഹരമായിട്ട് സാഖ്യയോഗത്തിന്റെ 8 തത്വങ്ങൾ എന്ന വാക്കാണ് ശ്രീ പ്രഭുപാദ് ഉപയോഗിച്ചത്. സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം 8 ഇതിൽ പറയുന്ന യമ പ്രാണായാമ പ്രത്യാഹാര മുതലായ 8 കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് അഷ്ടാംഗ യോഗത്തിലാണ്. അഷ്ടാംഗ യോഗത്തിൽ പറയുന്ന ഈ 8 കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ശ്രീ പ്രഭുപാദ് സാഖ്യയോഗത്തിന്റെ 8 തത്വങ്ങൾ എന്നിവിടെ പറയാൻ കാരണം? നമുക്കൊരു സാധാരണയായി ഉണ്ടാകുന്ന ഒരു സംശയമാണ് എന്തുകൊണ്ടാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അതിന് ഈ പാരഗ്രാഫിന്റെ അവസാനം ശ്രീ പ്രഭുപാദ് പറയുന്നുണ്ട്, അഷ്ടാംഗ യോഗത്തിനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഈ അഷ്ടാംഗ യോഗവും സാഖ്യ ഫിലോസഫിയും തമ്മിലൊരു ബന്ധമുണ്ട്, ഒരു കണക്ഷൻ ഉണ്ട്. സാഖ്യ ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപിലദേവൻ എഴുതിയിരിക്കുന്നത് നമ്മുടെ ഭൗതിക പ്രപഞ്ചത്തിന്റെ 24 ഘടകങ്ങളെ കുറിച്ച് വിശകലനമായി ചെയ്യുന്ന ഒരു പഠനത്തിനെയാണ് സാഖ്യ ഫിലോസഫി എന്ന് നമുക്ക് സാധാരണയായി മനസ്സിലാക്കാൻ സാധിക്കും. ഈവൻ ഭഗവത്ഗീതയിൽ പോലും സാഖ്യ എന്ന വാക്കിന് അർത്ഥം ഡീറ്റെയിൽഡ് സ്റ്റഡി എന്നാണ്. ഡീറ്റെയിൽഡ് സ്റ്റഡി എന്ന് ആണ് സാഖ്യ എന്ന വാക്കിന്റെ അർത്ഥം കൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ശ്രീ പ്രഭുപാദ് ഇവിടെ സാഖ്യ ഉപയോഗിക്കുന്നത്? നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭഗവത്ഗീതയിൽ പോലും 2-ാമത്തെ അധ്യായത്തില് 39-ാമത് ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ സാഖ്യ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഏഷതേ ഭീത സാഖ്യേ ബുദ്ധിർ യോഗേത്വം ത്വ ഇമം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസസി. അതായത് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് ഭഗവാൻ അർജുനനോട് പറയുകയാണ്. 2-ാം അധ്യായത്തില് 11-ാമത്തെ ശ്ലോകം മുതൽ 38-ാമത്തെ ശ്ലോകം വരെ വിശകലനം ചെയ്തതിന് ശേഷം ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുകയാണ്, അർജുന, ഇതുവരെ നീ കേട്ടത് ആത്മാവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ്. Thus far I have described this knowledge to you through analytical study. Now listen as I explain it in terms of working without fruitive research. ഇപ്പൊ ഇനി പറയാൻ പോകുന്നത് എങ്ങനെ കർമ്മം ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ ഫലകാംക്ഷ കൂടാതെ എങ്ങനെ കർമ്മം ചെയ്യാം എന്നാണ് ഇനി പറയാൻ പോകുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാൻ അവിടെ പറഞ്ഞു, ഇതുവരെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ. അപ്പം സാഖ്യ എന്ന വാക്കിനർത്ഥം ഡീറ്റെയിൽഡ് സ്റ്റഡി എന്നാണ്. സാഖ്യ ഫിലോസഫി, കപിൽദേവന്റെ സാഖ്യ ഫിലോസഫിയില് 24 ഘടകങ്ങളെ കുറിച്ചുള്ള വിശകലനമായ ഒരു സ്റ്റഡിയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോ പക്ഷെ യഥാർത്ഥത്തിൽ പറഞ്ഞാല് സാഖ്യ ഫിലോസഫിയും അഷ്ടാംഗ യോഗവും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്തെന്ന് ചോദിച്ചാൽ, പതഞ്ജലി മുനി എഴുതിയിരിക്കുന്ന അഷ്ടാംഗ യോഗം അതിന്റെ ബേസിസ് എന്ന് പറയുന്നത് സാഖ്യ ഫിലോസഫിയാണ്. അപ്പൊ സാഖ്യ ഫിലോസഫിയിൽ നിന്നുള്ള ഒരു അബ്സ്ട്രാക്റ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്ന അഷ്ടാംഗ യോഗം. അപ്പൊ അതുകൊണ്ടാണ് ശ്രീ പ്രഭുപാദ് ഇവിടെ സാഖ്യയോഗം എന്ന് തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ അതിന്റെ അവസാന സന്ദർഭങ്ങളിൽ പറയുന്നപ്പോ ആരാണ് ഈ തരത്തിലുള്ള അഷ്ടാംഗ യോഗങ്ങൾ തന്റെ ഇന്ദ്രിയങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്നത് എന്ന് ശ്രീ പ്രഭുപാദ് പറയുന്നുണ്ട്. ആരാണ്? അത്യധികം ശാരീരിക സങ്കല്പത്തിൽ അത്യധികം മുഴുകിയവർക്ക് ഉദ്ദേശിച്ചുള്ളതാണ് ഈ പറയുന്ന അഷ്ടാംഗ യോഗം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഭൗതികതയിൽ അല്ലെങ്കിൽ ഈ ശാരീരിക സൗഖ്യത്തിൽ അല്ലെങ്കിൽ ബന്ധങ്ങളിൽ അത്യധികം സങ്കല്പത്തിൽ അത്യധികം മുഴുകിയവർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ മറ്റ് ഫിലോസഫിയിൽ കൂടി ഫോളോ ചെയ്യുന്നവർ. അതായത് അൺലൈക്ക് കൃഷ്ണ കോൺഷ്യസ്നസ് ഡിവോട്ടീസ് എന്ന് പറഞ്ഞാൽ കൃഷ്ണ ഭാവനാമൃതം എന്ന് പറയുന്നത് എന്താണ്, അതിനെക്കുറിച്ച് അതിന്റെ തത്വങ്ങളെ കുറിച്ച് മനസ്സിലാക്കാത്ത ഒരു വ്യക്തിയാണ് എങ്കിൽ തന്റെ ശരീരത്തിനെ എങ്ങനെയെങ്കിലും ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് അകറ്റി നിർത്തണം എന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് അല്ലെങ്കിൽ ബാഹ്യപരമായി തന്റെ
പ്രാക്ടിക്കൽ എന്നതിനേക്കാൾ കറക്റ്റ് ആയിട്ടുള്ള വാക്ക് മെക്കാനിക്കലായിട്ട് എങ്ങനെ അതിനെ കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ അതിനെ അകറ്റി നിർത്താൻ സാധിക്കും എന്ന് ശ്രമിക്കുന്ന വ്യക്തിത്വങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതായത് ധാരാളം സ്പിരിച്വൽ സീക്കേഴ്സ് ഉണ്ട്, ആധ്യാത്മികപരമായി ഉയരണം എന്ന് ആഗ്രഹിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. പക്ഷെ അവരെല്ലാവരും വന്ന് നമ്മളുടെ യഥാർത്ഥ വഴിയായ കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന് പറയുന്ന വഴിയിലേക്ക് വരണമെന്നില്ല. മറ്റു പല ഫ്ലവറി ലാംഗ്വേജസിലും വീഴ്ന്ന് അല്ലെങ്കിൽ അതിലേക്ക് വഴുതി വീണ് അവര് പല മറ്റ് ശ്രമങ്ങൾ നടത്തുന്നവരും. അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ കൃഷ്ണ കോൺഷ്യസ്നെസിന്റെ യഥാർത്ഥ ഫിലോസഫി അവിടെ മനസ്സിലാക്കുന്നത്. ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് ഇവിടെ പ്രഭുപാദ് ഇവിടെ പറയുന്നത് അതാണ്. ചൈതന്യ മഹാപ്രഭു നമ്മളുടെ മുൻപിൽ കൊണ്ട് വെച്ച് തന്നിരിക്കുന്ന ഏറ്റവും മഹത്തരമായ ഒരു കാര്യമാണ് കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞത്. കാരണം പ്രഭുപാദ് ഇവിടെ ഉപയോഗിക്കുന്ന എക്സാമ്പിൾ ഒരു കൊച്ചുകുട്ടിയുടെ എക്സാമ്പിൾ പ്രഭുപാദ് ഉപയോഗിക്കും. എന്താണ് കൊച്ചുകുട്ടി? നമുക്ക് എല്ലാവർക്കും ഒരുപക്ഷെ അനുഭവം ഉണ്ടാവും. കൊച്ചുകുട്ടികൾ ആരെങ്കിലും തീയട എടുത്തോ അല്ലെങ്കിൽ സപ്പോസ് നമ്മുടെ വണ്ടിയുടെ ചാവി കുട്ടി മേടിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ ചാവി നമ്മൾ തിരിച്ചു മേടിക്കണമെങ്കിൽ നിർബന്ധിച്ച് മേടിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി കരയും. എന്നാൽ ആ കുട്ടിയെ കരയിപ്പിക്കണം എന്ന് താങ്കൾക്ക് ആഗ്രഹമില്ല എങ്കിൽ നമ്മൾ ഉടനെ ചെയ്യുന്ന ആ കുട്ടിയുടെ കയ്യിൽ ഒരു ചോക്ലേറ്റ് അല്ലെങ്കിൽ കുട്ടിക്ക് താല്പര്യമുള്ള മറ്റെന്തെങ്കിലും ഒരു വസ്തു നമ്മൾ കയ്യിൽ കൊടുത്തിട്ട് ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് നമ്മൾ വണ്ടിയുടെ ചാവി മേടിക്കുന്നു, അല്ലെങ്കിൽ തീയുടെ അടുത്ത് പോകുന്നതിൽ നിന്ന് ആ കുട്ടിയെ ഡിസ്ട്രാക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ അതാണ് ഏറ്റവും ബെസ്റ്റ് വേ ടു കൺട്രോൾ അവർ സെൻസസ്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗമാണ് ബൈ ഗിവിങ് എ ഹയർ ടേസ്റ്റ്. സാധാരണ ഉള്ളതിനേക്കാൾ ഉയർന്ന തരത്തിലുള്ള ഒരു ആനന്ദം പ്രദാനം ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമുക്കൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു സ്പ്രിങ്ങിനെ നമ്മൾ കൺട്രോൾ ചെയ്യണമെങ്കിൽ അതിങ്ങനെ വൈബ്രേറ്റ് എപ്പോഴും തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇത് വൈബ്രേറ്റ് ആവും. അതിൽ നിന്ന് അതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ അതിനെ പ്രസ് ചെയ്ത് വെച്ച് കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ആ കെട്ട് പൊട്ടുകയോ കെട്ട് അഴിയുകയോ അല്ലെങ്കിൽ ആ സ്പ്രിങ്ങിൽ നിന്നൊന്ന് സ്ലിപ്പായി മാറിക്കഴിഞ്ഞാൽ ഭും എന്ന് പറഞ്ഞ ആ സ്പ്രിങ് എങ്ങനെ തെറിച്ച് റിയാക്ട് ചെയ്ത് അല്ലെങ്കിൽ നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ ശക്തിയോടുകൂടി അത് പ്രതികരിക്കുന്നുവോ അതുപോലെ തന്നെയാണ് നമ്മളുടെ ഇന്ദ്രിയങ്ങളും പ്രതികരിക്കുന്നത്. നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യാനായി മെക്കാനിക്കലായി നമ്മൾ അതിനെ എത്രമാത്രം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുവോ അല്ലെങ്കിൽ അതിന്റെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് അതിനെ അകറ്റി നിർത്താനായി മെക്കാനിക്കലായി നമ്മൾ പല മാർഗങ്ങൾ നമ്മൾ ശ്രമിച്ചാലും അതൊരു പക്ഷേ അത് അവസാനം അതിന് അവസരം കിട്ടുന്ന സമയത്ത് അത് റിട്ടാലിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്രവണത അത് എപ്പോഴും കാണിക്കുന്നു. അതിന് പകരം അതിൻ്റെ ഒരു ഹയർ ടേസ്റ്റ്, അതായത് ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ സുഖം അന്വേഷിക്കുന്നവരാണ്. എന്താണ് സുഖവും ആനന്ദവും തമ്മിലുള്ള വ്യത്യാസം? സുഖം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് ശാരീരികമായി അനുഭവിക്കുന്ന സുഖങ്ങളെ സുഖമെന്നും, ആനന്ദം എന്ന് പറഞ്ഞാൽ ആധ്യാത്മികപരമായ അല്ലെങ്കിൽ ആത്മാവ് അനുഭവിക്കുന്ന സുഖത്തിനെ ആനന്ദം എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആനന്ദം അതിന് നൽകുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഇന്ദ്രിയങ്ങൾ നമ്മളുടെ കൺട്രോളിലേക്ക് നമുക്ക് കൊണ്ടുവരാനായി സാധിക്കും. അപ്പോൾ പ്രഭുപാദയുടെ പറയുന്ന ഭൗതിക അസ്തിത്വത്തിന് അധമ പ്രവർത്തനങ്ങളിൽ നിന്ന് സ്വാഭാവികമായി വിരമിക്കുക. അതായത് ലാസ്റ്റ് പറയുന്നത് ഉയർന്ന നിലവാരത്തിലുള്ളവർ ശ്രേഷ്ഠമായ കൃഷ്ണാവബോധ കർമ്മങ്ങളിൽ വ്യാപൃതരാകുന്നതിനാൽ ഭൗതികാസ്തിത്വത്തിന്റെ അധമ പ്രവർത്തനങ്ങളിൽ നിന്ന് സ്വാഭാവികമായി വിരമിക്കുന്നു. അപ്പോ കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിക്കുന്ന ഒരുവന് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ചിന്തിക്കാനേ അദ്ദേഹത്തിന് സമയമുള്ളൂ. ഭൗതികപരമായ മറ്റു കാര്യങ്ങളിലേക്കുറിച്ച് ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിലേക്ക് സമയം ചെലവഴിക്കാനോ അദ്ദേഹത്തിന് സമയമുണ്ടാകുന്നില്ല. അപ്പോ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് ഒരു ഓത്തറൈസ്ഡ് അല്ലെങ്കിൽ ഒത്തന്റിക് ആയിട്ടുള്ള ഒരു കഥയല്ല. പക്ഷെ എന്നിരുന്നാലും ഇത് കൃഷ്ണാവബോധത്തില് നമുക്ക് കാണാൻ സാധിക്കുന്ന ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് ബംഗാളില് പറയുന്ന ഒരു കഥയാണ്. അതായത് അദ്ദേഹം ഇനീഷ്യേഷൻ അല്ലെങ്കിൽ സന്യാസ ദീക്ഷ സ്വീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ അദ്ദേഹത്തിനോട് പറയും, നീ വളരെ ചെറുപ്പക്കാരനാണ്, വളരെ ധാരാളം മുടിയൊക്കെ വളർത്തി വളരെ സൗന്ദര്യത്തോടു കൂടി ഇത്രയും പേഴ്സണാലിറ്റി ഉള്ള നിനക്ക് തീർച്ചയായിട്ടും കൃഷ്ണ ഈ സന്യാസ ആശ്രമത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ എന്നുള്ളതിന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അഗൈൻ പറയുന്നു, അത് ഓത്തറൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒത്തന്റിക് ആയിട്ടുള്ള ഒരു കഥയല്ല. പക്ഷെ ബംഗാളിൽ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് പറയുന്ന ഒരു കഥയാണ്. നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ അത് ഹെൽപ്പ് ആകുന്നത് കൊണ്ട് ഞാനിത് പറയുകയാണ്. അപ്പൊ എന്നിട്ട് അദ്ദേഹം പറയും,
നീ നാക്ക് നീട്ടാൻ പറഞ്ഞിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ നാക്ക് നീട്ടി നാക്കിലേക്ക് ഒരു നുള്ളു പഞ്ചസാര വെച്ച് കൊടുത്തിട്ട് വായടയ്ക്കാൻ പറയുന്നു. അതിനുശേഷം എത്രയോ സമയത്തിന് ശേഷം തിരിച്ച് ആ നാവ് വായ പൊളിക്കാൻ പറയുമ്പോൾ ആ നാവിൽ അദ്ദേഹം വെച്ച അത്രയും പഞ്ചസാര ചൈതന്യ മഹാപ്രഭുവിന്റെ നാവിൽ ഉണ്ടായിരുന്നു അത്രേ. അപ്പോ അത്രമാത്രം തന്റെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിവുള്ളവനായിരുന്നു ചൈതന്യ മഹാപ്രഭു. തീർച്ചയായിട്ടും ഭഗവാൻ കൃഷ്ണനാണ്, അദ്ദേഹത്തിന് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു മാനവീയ ശരീരം എടുത്തുകൊണ്ട്, മനുഷ്യ ശരീരം എടുത്ത് നമ്മുടെ മുൻപിൽ ഒരു ഭക്തൻ എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു തന്ന ചൈതന്യ മഹാപ്രഭുവിന് തീർച്ചയായിട്ടും അത് നിഷ്പ്രയാസം സാധിക്കുന്ന കാര്യമാണ്. പക്ഷെങ്കിലും ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾക്ക് അദ്ദേഹത്തിന്റെ ആ എക്സാമ്പിൾ നമുക്ക് കാണാൻ സാധിക്കും. അത്രമാത്രം ഇന്ദ്രിയ തൃപ്തി അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഫോളോവേഴ്സ് ആണ് നമ്മൾ. അപ്പൊ അദ്ദേഹം നമ്മൾക്ക് എന്നിട്ടും അത്രയും തന്റെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ചൈതന്യ മഹാപ്രഭു നമുക്ക് തന്ന മാർഗം അതുപോലെ നീ റെസ്ട്രിക്ട് ചെയ്യണമെന്നല്ല പറഞ്ഞത്. മറിച്ച് നിന്റെ ഇന്ദ്രിയങ്ങൾക്ക് ഉയർന്ന തരത്തിലുള്ള ടേസ്റ്റ് കൊടുക്കൂ, അതിൽ നിന്ന് നിന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്തത്. അടുത്ത പാരഗ്രാഫിലേക്ക് നമുക്ക് പോകാം. ഈ വിധത്തിൽ ചൈതന്യ മഹാപ്രഭു കൃഷ്ണാവബോധ ശാസ്ത്രം പഠിപ്പിക്കുന്നു. ആ ശാസ്ത്രം നിരപേക്ഷമാണ്. ശുഷ്ക ജ്ഞാനികളായ ചിന്തകർ ഭൗതിക ആസക്തിയിൽ നിന്ന് തങ്ങളെ തന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം അതിശക്തമായ മനസ്സുള്ളതിനാൽ അതവരെ ഇന്ദ്രിയ വൃത്തികളിലേക്ക് വലിച്ച് താഴ്ത്തുന്നതായി പൊതുവെ കാണപ്പെടുന്നു. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ലൈനാണ് ശ്രീല പ്രഭുപാദ് ഇവിടെ പറയുന്നത്. എന്നാൽ ഈ വിധത്തിൽ ചൈതന്യ മഹാപ്രഭു കൃഷ്ണാവബോധ ശാസ്ത്രം പഠിപ്പിക്കുന്നു. ഏത് വിധത്തില്? ബൈ ഗിവിംഗ് എ ഹയർ ടേസ്റ്റ് വി ക്യാൻ കൺട്രോൾ അവർ സെൻസസ് എന്ന തത്വം. ആ ശാസ്ത്രം നിരപേക്ഷമാണ്. ദാറ്റ് ഈസ് അബ്സല്യൂട്ട്, ദാറ്റ് ഈസ് എ ഹയസ്റ്റ് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് ശ്രീല പ്രഭുപാദ് ഇവിടെ പറയുന്നത്. ശുഷ്കജ്ഞാനികളായ ചിന്തകൾ ഭൗതിക ആസക്തിയിൽ നിന്ന് തങ്ങളെ തന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം അതിശക്തമായ മനസ്സുള്ളതിനാൽ അതവരെ ഇന്ദ്രിയ വൃത്തികളിലേക്ക് വലിച്ചു താഴ്ത്തുന്നതായി പൊതുവെ കാണപ്പെടുന്നു. അപ്പൊ മനസ്സിന്റെ ശക്തിയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ മനസ്സ് എത്രമാത്രം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, മനസ്സ് ക്യാൻ ബി ദ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ദ വേഴ്സ്റ്റ് എനിമി. ഏറ്റവും വലിയ സുഹൃത്തുമാകാം മനസ്സ്, എന്നാൽ മറിച്ച് അത് ഏറ്റവും വലിയ ശത്രുവുമാകാം. എപ്പോഴാണത് നമ്മുടെ ശത്രുവാകുന്നത് അല്ലെങ്കിൽ എപ്പോഴാണത് നമ്മുടെ മിത്രമാകുന്നത്? അത് നമ്മളെ എത്രമാത്രം കൃഷ്ണ കോൺഷ്യസ്നെസ്സിലേക്ക് ഉയരാനായി നമ്മളെ സഹായിക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയാണ് മനസ്സ് ശത്രുവാണോ മിത്രമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതൊരു വസ്തുവും നമ്മൾ കാണുമ്പോൾ അത് ഭഗവാനുമായി റിലേറ്റ് ചെയ്യാനും ഭഗവാന്റെ കണക്ഷൻ അതിനുമായിട്ട് എന്തുണ്ട്, അല്ലെങ്കിൽ ഇതിനെ എനിക്ക് എങ്ങനെ ഭഗവത് സേവനത്തിലേക്ക് ഏർപ്പെടുത്താം എന്ന തരത്തിലുള്ള ചിന്താഗതി നമ്മൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ, അതേ തരത്തിൽ ചിന്തിക്കാൻ നമ്മുടെ മനസ്സ് നമ്മളെ സഹായിക്കുകയാണെങ്കിൽ ആ മനസ്സ് ഒരു സുഹൃത്താണ് എന്ന് നമുക്ക് പറയാം. ഒരു ചെറിയൊരു എക്സാമ്പിള് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളൊക്കെ ഞാനൊരു പ്രാവശ്യം ഈ സോൾനെസ് ജയപ്രതാക സ്വാമി മഹാരാജിന്റെ കൂടെ ഉള്ള സമയത്ത് ഒരു വ്യക്തി ആ റൂമിലേക്ക് കയറി വന്നപ്പോ വന്ന വ്യക്തിയുടെ ടീഷർട്ടില് ഒരുപക്ഷെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഗ്യാപ്പ്, GAP, ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു ടീഷർട്ട്, ഒരു ഫേമസ് ബ്രാൻഡാണ്, വേൾഡ് വൈഡ് പ്രസിദ്ധമായിട്ടുള്ള ഒരു ബ്രാൻഡ് ടീഷർട്ടാണ്. ഗ്യാപ്പ് എന്ന് നെഞ്ചിലിങ്ങനെ എഴുതി അദ്ദേഹം അകത്തേക്ക് കയറി വന്നു. ഉടൻ തന്നെ ഹിസ് ഹോളിനെസ് ജയപ്രതാപ സ്വാമി ഗുരു മഹാരാജ് പറഞ്ഞു, ഗോവിന്ദം ആദി പുരുഷം. GAP എന്ന് എഴുതിയത് ഞാൻ ജന്മം ചെയ്താൽ ആ എനിക്ക് അതുപോലെ ചിന്തിക്കാൻ സാധിക്കില്ല. പക്ഷെ അദ്ദേഹം അത് കണ്ട ഉടൻ തന്നെ പറഞ്ഞു, ഇത് ഗോവിന്ദം ആദി പുരുഷം, GAP. ഇതാണ് ഓരോരുത്തരുടെ ചിന്താഗതിയുടെ ലെവൽ. അപ്പോ അദ്ദേഹത്തിന് എന്ത് കണ്ടാലും എങ്ങനെ അത് ഭഗവാനുമായി യോജിപ്പിക്കാം, അല്ലെങ്കിൽ ഭഗവത് സേവനത്തിൽ അതിനെ എങ്ങനെ കൊണ്ടുവരാം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തികൾക്ക് മാത്രമേ ഇതുപോലുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കുകയുള്ളൂ. സോ അതാണ് നമ്മളും പഠിക്കേണ്ടത്, നമ്മളും അതാണ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മളുടെ മനസ്സ് അത്രയും ശക്തി ഉള്ളതാണ്, എങ്ങനെ നമ്മുടെ ഇന്ദ്രിയ വൃത്തിയിലേക്ക് നമ്മളെ വലിച്ച് ഇഴയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇറ്റ്സ് സോ മച്ച് സോ ദാറ്റ് ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളുടെ മനസ്സിൽ തോന്നുന്ന ആഗ്രഹങ്ങൾ, മനസ്സിലൊരു ആഗ്രഹം തോന്നുകയാണ് എങ്കിൽ ആ ആഗ്രഹം എന്റെ ആഗ്രഹമാണ് എന്ന് നമ്മളെ നിർബന്ധിച്ച് ഉറപ്പിക്കുന്ന തലത്തിലേക്ക്
നമ്മളുടെ മനസ്സ് നമ്മളെ ഉയർത്തുകയാണ്. നമ്മൾ എന്ന് പറഞ്ഞാൽ ആത്മാവ് സെപ്പറേറ്റ്, ഈ സ്ഥൂല സൂക്ഷ്മ ശരീരം സെപ്പറേറ്റ് ആണ്. അപ്പൊ ഞാൻ എന്ന വ്യക്തിക്ക് എന്റെ മനസ്സിലുദിക്കുന്ന ആഗ്രഹം എന്നെ കൊണ്ട് നിർബന്ധിച്ച് അങ്ങ് കൺവിൻസ് ചെയ്യിക്കുകയാണ്. എന്ത്? മനസ്സ് അത്ര ശക്തനാണ്, ഇത് എന്റെ ആഗ്രഹമാണ് എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കത്തക്ക വിധം മനസ്സ് ശക്തനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത്രമാത്രം ശക്തനായ മനസ്സുള്ളപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ അത്ര ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല എന്നാണ് ശ്രീല പ്രഭുപാദ് പറഞ്ഞത്. എന്നാൽ കൃഷ്ണാവബോധത്തിലുള്ള ഒരു വ്യക്തിക്ക് ഈ അപകട സാധ്യത ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഒരുവൻ അവന്റെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ മുഴുകിക്കണം. ഇത് പ്രായോഗികമായി ചെയ്യുന്നത് എങ്ങനെയെന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു പഠിപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് നമ്മൾ ഇനി ചൈതന്യ ചരിതാമൃതം തുടർന്ന് പഠിക്കുമ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് കൃഷ്ണാവബോധത്തിലേക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും ഏർപ്പെടുത്താം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് വായിക്കുകയാണ്, നമ്മുടെ സമയത്തിനുള്ളിൽ നമുക്ക് തീർക്കേണ്ടതായിട്ടുണ്ട്. സന്യാസം സ്വീകരിക്കുന്നതിന് മുൻപ് ചൈതന്യ മഹാപ്രഭു വിശ്വംഭരൻ എന്നാണ് അറിയപ്പെടുന്നത്. വിശ്വംഭരൻ എന്ന വാക്ക് മുഴുവൻ വിശ്വത്തെയും സംരക്ഷിക്കുകയും എല്ലാ ജീവസത്തകളെയും നയിക്കുകയും ചെയ്യുന്ന വ്യക്തിയെ പ്രതിപാദിക്കുന്നു. മനുഷ്യരാശിക്ക് ഈ ഉത്കൃഷ്ട ഉപദേശങ്ങൾ നൽകാൻ സംരക്ഷകനും നേതാവുമായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവായി പ്രത്യക്ഷപ്പെട്ടു. ചൈതന്യ മഹാപ്രഭു ജീവിതത്തിന്റെ പരമമായ ആവശ്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന മാതൃകോപദേശകനാണ്. അവിടുന്ന് കൃഷ്ണപ്രേമത്തിന്റെ ഏറ്റവും ഉദാരമതിയായ ദാതാവാണ്. സർവകാരുണ്യങ്ങളുടെയും സൗഭാഗ്യങ്ങളുടെയും സമ്പൂർണ്ണ സംഭരണിയാണ്. ശ്രീമദ് ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും മഹാഭാരതത്തിലും ഉപനിഷത്തുകളിലും സ്ഥിരീകരിച്ചിട്ടുള്ളതുപോലെ അവിടുന്ന് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. കലഹം നിറഞ്ഞ ഈ യുഗത്തിൽ എല്ലാവരാലും ആരാധനാർഹനുമാണ്. അവിടുത്തെ സങ്കീർത്തന പ്രസ്ഥാനത്തിൽ എല്ലാവർക്കും ചേരാം. മുൻ യോഗ്യതകളൊന്നും ആവശ്യമില്ല. അവിടുത്തെ ഉപദേശങ്ങൾ പിന്തുടരുന്നതിലൂടെയും ഇവിടെ മാത്രം ഒരുവന് പരിപൂർണനായ ഒരു മനുഷ്യനായി തീരുവാൻ കഴിയും. ഒരു വ്യക്തി ചൈതന്യ മഹാപ്രഭുവിനാൽ ആകർഷിക്കപ്പെടാൻ ഭാഗ്യമുള്ളവനാകുന്ന പക്ഷം അയാൾ തന്റെ ജീവിത ദൗത്യത്തിൽ വിജയിക്കുമെന്ന് ഉറപ്പാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആധ്യാത്മിക അസ്തിത്വം നേടാൻ താല്പര്യമുള്ളവർക്ക് ചൈതന്യ ഭഗവാന്റെ കൃപയാൽ മായയുടെ പിടിയിൽ നിന്ന് അനായാസം മോചിതരാകാൻ കഴിയും. ഈ ഗ്രന്ഥത്തിൽ നൽകുന്ന ഉപദേശങ്ങൾ ഭഗവാനിൽ നിന്ന് ഭിന്നമല്ല. ശ്രീല പ്രഭുപാദ് ഇവിടെ നമുക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ മഹത്വങ്ങളെ കുറിച്ച് അദ്ദേഹം പഠിപ്പിക്കുന്നതിന്റെ മഹത്വങ്ങളെ കുറിച്ച് പറഞ്ഞു തരികയാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ അത് എനിക്ക് നിർബന്ധിതനാകുകയാണ്. തീർച്ചയായും എനിക്കത് മറക്കാൻ സാധിക്കില്ല. അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ അറിയണം. ആരാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു? അതിന്റെ പാസ്റ്റ് ടൈമിലേക്കൊന്നും അല്ല ഞാൻ പോകുന്നത്. ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്ന വ്യക്തി, അതിനെക്കുറിച്ച് അറിയുന്നതിന് മുൻപ് എനിക്ക് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും ഒരു ചോദ്യമുണ്ട്. എന്താണ് കരുണയും കൃപയും തമ്മിലുള്ള വ്യത്യാസം? കൃപ, കരുണ, ഇത് തമ്മിലുള്ള എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത്? ആർക്കെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ? നിങ്ങളൊക്കെ ഉറങ്ങിയോന്ന് എനിക്ക് ടെസ്റ്റ് ചെയ്യാമല്ലോ. ആരൊക്കെ ഉറങ്ങുന്നുണ്ട്? എല്ലാവരും കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. എന്താണ് കരുണയും കൃപയും തമ്മിലുള്ള വ്യത്യാസം? ഹരേ കൃഷ്ണ. എല്ലാരും ഉറക്കമാണോ? ശരിയാണോന്ന് അറിയില്ല കേട്ടോ. ഹരേ കൃഷ്ണ. അതെ, കൃപ എന്ന് പറയുമ്പോ നമുക്ക് ഒരാളോട് ദയ തോന്നിയിട്ട് ചെയ്യണത്. കരുണ എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടു കൂടെ തന്നെ ചെയ്യണത് അയാൾക്ക് വേണ്ടി ആണോ? ഹരേ കൃഷ്ണ. ഓക്കെ. വിഷ്ണുപ്രിയ മാതാജി എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരുള്ള മാതാജിയാണോ? ആണ് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാമം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭുജി. ആ, ഹരേ കൃഷ്ണ. പറഞ്ഞാട്ടെ. കരുണ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഭാവമാണ്. കൃപ എന്ന് പറയുന്നത് നമുക്ക് വേറൊരാളോട് തോന്നുന്ന ഒരു ഫീലിംഗ്, വേറൊരാളോട് കാണിക്കേണ്ടത് തോന്നുന്ന ഒരു ഫീലിംഗ്. ഓക്കെ, ശരി. വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, നന്ദവരജൻ പ്രഭു പറയൂ. നന്ദവരജേന്ദ്ര പ്രഭു. കൃപ തരാൻ കഴിവുള്ളത് ഭഗവാന് മാത്രമേ ഉള്ളൂ പ്രഭു.
കരുണ മനുഷ്യന്മാർക്കും കൊടുക്കാം. കരുണ. ഓക്കെ, ശരി. വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു. ആ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മായാമാതാജി പറഞ്ഞാട്ടെ. ഹരേ കൃഷ്ണ. കൃപ ഭഗവാനോട് ചോദിച്ച് വാങ്ങിക്കുന്നത്. ഓക്കെ. കരുണ ഭഗവാന്റെ ഇഷ്ടമനുസരിച്ച് ഹൃദയത്തിൽ നിന്ന് വരുന്നത്. വെരി ഗുഡ്. മായാമാതാജി എന്റെ നേരത്തെ ക്ലാസ് കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായും ആ മാതാജി തന്നെയാണ് കരുണയിലുള്ള മാതാജി. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു സോ മച്ച് മായാമാതാജി. ഓർത്ത് പറഞ്ഞതിൽ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. കരുണ എന്ന് പറയാം. കരുണയും കൃപയും തമ്മിലുള്ള വ്യത്യാസം. കൃപ നമുക്ക് ചോദിച്ചു മേടിക്കാം. കൃപാനിധിയാണ് ഭഗവാൻ. കൃപാനിധിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണനും കൃപാനിധിയാണ് ശ്രീ രാമചന്ദ്ര ഭഗവാനും. എന്താണ് കൃഷ്ണനും രാമചന്ദ്രനും ഗൗരചന്ദ്രനും? അതായത് നമുക്ക് 3 ചന്ദ്രന്മാരാണുള്ളത്. രാമചന്ദ്രൻ, കൃഷ്ണചന്ദ്രൻ, ഗൗരചന്ദ്രൻ. ഇവര് 3ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കൃഷ്ണനാണെങ്കിലും രാമനാണെങ്കിലും തന്നിൽ അഭയം പ്രാപിക്കുന്നവർക്ക് കൃപ നൽകുന്നവരാണ്. ഭഗവാൻ കൃഷ്ണൻ തന്നെ സ്പഷ്ടമായിട്ട് ഭഗവത്ഗീതയിൽ പറഞ്ഞതായി നമ്മൾ ഇതിന്റെ ക്ലാസിന്റെ തുടക്ക ഭാഗത്ത് നമ്മൾ കേട്ടു. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. നീ എന്റെ മുൻപിൽ ശരണം പ്രാപിച്ചാൽ ഞാൻ നിനക്ക് എന്റെ കൃപ നൽകാം, അല്ലെങ്കിൽ നിന്റെ പാപത്തിൽ നിന്നെല്ലാം മുക്തി നൽകാം. മന്മനാഭവമദ്ഭക്തോ മദ്യാജീമാം നമസ്കുരു മാമേ വൈശ്യസി യുക്തൈവമാത്മാനം മത്പരായണഃ. നീ എന്നിൽ ഈ 4 കാര്യങ്ങൾ നീ എനിക്ക് വേണ്ടി ചെയ്താൽ നിന്നെ ഞാൻ പാപങ്ങളിൽ നിന്ന് മുക്തനാക്കാം. അപ്പോ ഓരോ യഥാമാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമി. വെരി കണ്ടീഷണൽ ആണ് ഭഗവാൻ കൃഷ്ണനാണെങ്കിലും ശ്രീരാമചന്ദ്ര ഭഗവാൻ ആണെങ്കിലും ചെയ്യുന്നത്. എങ്ങനെ? ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അടുത്ത് പോകുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത് ശരണം പ്രാപിക്കുന്നവരാണെങ്കിൽ അദ്ദേഹം വളരെ കൃപാലുവായിട്ട് അദ്ദേഹം എല്ലാവർക്കും അദ്ദേഹത്തിന്റെ കൃപ ചൊരിഞ്ഞ് എല്ലാവർക്കും മോക്ഷം അല്ലെങ്കിൽ മുക്തി അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നു. എന്നാൽ രാമചന്ദ്രനിൽ നിന്നും കൃഷ്ണചന്ദ്രനിൽ നിന്നും ഗൗരചന്ദ്രയ്ക്കുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കരുണാമൂർത്തിയാണ്. ആരും അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലണമെന്നില്ല. വഴിയെ കൂടെ പോകുന്നവരാണെങ്കിലും അവരെ വിളിച്ച് കൃഷ്ണപ്രേമം നൽകുന്ന വ്യക്തിയായിരുന്നു ഗൗരചന്ദ്രൻ. അതാണ് കരുണാമൂർത്തി എന്ന് പറയുന്നത്. അതായത് തന്റെ ഹൃദയത്തിൽ സർവ്വ ജീവജാലങ്ങൾക്കും വേണ്ടി കരുണ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്ന വ്യക്തിയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. ഭഗവാൻ കൃഷ്ണനാണെങ്കിലും രാമചന്ദ്രനാണെങ്കിലും they are very conditional, they are very possessive, they are very strict in their rules. എന്റെ അടുത്ത് വരുന്നവരേക്ക് ഞാൻ സഹായം നൽകുന്നു, വരാത്തവർക്കെല്ലാം തക്കതായ ശിക്ഷ നൽകിയവരാണ് രാമചന്ദ്രനും കൃഷ്ണചന്ദ്രൻ. ഗൗരചന്ദ്രന് എതിർത്തു വന്നവരെ പോലും ആലിംഗനം ചെയ്ത് അവർക്കും കൃപ നൽകി അവരോട് എല്ലാവരോടും കരുണ കാണിച്ച വ്യക്തിയാണ് ഗൗരചന്ദ്രൻ. അപ്പൊ ഗൗരചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കരുണാമൂർത്തിയാണ്. മായാമാതാജി പറഞ്ഞത് തന്റെ ഹൃദയത്തിൽ നിന്ന് ആ ഭാവനയോടുകൂടി അല്ലെങ്കിൽ അവരോട് ദയവ് തോന്നി അവർ ഇത്രമാത്രം ഈ ഭൗതികതയിൽ കഷ്ടപ്പെടുന്നവരായതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ എന്റെ കരുണ നൽകുന്നു എന്ന് പറഞ്ഞ് തുടർന്ന് ചൈതന്യ ചരിതാമൃതം നമ്മൾ വായിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് സ്പഷ്ടമാകും ചൈതന്യ മഹാപ്രഭു ആരായിരുന്നു എന്ന്. അപ്പോ ഇത് മാത്രം നമ്മൾ മനസ്സിലാക്കുക. കരുണാമൂർത്തിയാണ്, കൃപാനിധിയാണ്, കൃപാസാഗരമാണ് ഭഗവാൻ കൃഷ്ണനും രാമചന്ദ്രനും. പക്ഷെ ഗൗരചന്ദ്രൻ എന്ന് പറയുന്നത് കരുണാമൂർത്തി, ഇസ് എ മെർസി പെർസോണിഫൈഡ്. അതാണ് അദ്ദേഹത്തിൽ നിന്ന് വ്യത്യാസം കാണിക്കുന്നത്. അദ്ദേഹം ഈ മനുഷ്യരാശിക്ക് വേണ്ടി, അതുകൊണ്ടാണ് തന്റെ ജീവിതം തന്നെ അവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച് അവരെ എല്ലാവരെയും തന്നോട് ചേർത്ത് തൻ്റെതാണ് എന്ന് പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവൻ മനുഷ്യരെ മാത്രമല്ല, മൃഗങ്ങളെ പോലും, തൻ്റെ അടുത്തേക്ക് വന്ന മൃഗങ്ങളെ അല്ലെങ്കിൽ വനത്തിൽ കൂടി പോകുന്ന മൃഗങ്ങളെ പോലും കൃഷ്ണപ്രേമത്തിൽ ആറാടിക്കുന്ന വ്യക്തിയായിരുന്നു ചൈതന്യ മഹാപ്രഭു. സോ അതുകൊണ്ടാണ് ചൈതന്യ ചരിതാമൃതത്തിന്റെ 3 സബ്ജക്ട് മാറ്റേഴ്സ് ഞാൻ ആദ്യം പറഞ്ഞതില് ജീവേർ ദ്വയം, സർവ്വ ജീവജാലങ്ങളോടും ദയവ് കാണിക്കുന്നവനായിരുന്നു ചൈതന്യ മഹാപ്രഭു. ജീവേർ ദ്വയം നാമേ രുചി, ഭഗവാന്റെ നാമത്തിനോട് രുചി ഉണ്ടാവണം, ടേസ്റ്റ് ഉണ്ടാവണം. പിന്നെ വൈഷ്ണവ സേവനം. ഈ 3 കാര്യങ്ങളിൽ കൂടിയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു അദ്ദേഹം നമ്മളെ തന്റെ ജീവിതത്തിൽ തന്നെ എക്സാമ്പിൾ ആക്കിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഭൗതിക ശരീരത്തിൽ
നിമഗ്നമായിട്ടുള്ള ബദ്ധാത്മാവ് നാനാവിധ ഭൗതിക കർമ്മങ്ങളാൽ ചരിത്രത്തിന്റെ താളുകൾ പെരുപ്പിക്കുന്നു. മനുഷ്യ സമൂഹത്തിലെ അംഗങ്ങൾക്ക് ഇത്തരം അനാവശ്യവും നശ്വരവുമായ കർമ്മങ്ങൾ അവസാനിപ്പിക്കുവാനും ഭൗതിക ബന്ധത്തിൽ നിന്ന് മുക്തമായതിനു ശേഷം ആരംഭിക്കുന്ന ഏറ്റവും ഉയർന്ന ആധ്യാത്മിക കർമ്മങ്ങളുടെ തലത്തിലേക്ക് ഉയർത്തപ്പെടാനും ചൈതന്യ മഹാപ്രഭുവിന്റെ ഉപദേശങ്ങൾ സഹായിക്കുന്നു. കൃഷ്ണാവബോധത്തിലുള്ള അത്തരം മുക്ത കർമ്മങ്ങളാണ് മാനുഷിക പരിപൂർണതയുടെ ലക്ഷ്യം. ഭൗതിക പ്രകൃതിയെ അധീനതയിലാക്കാനുള്ള ശ്രമത്തിലൂടെ ഒരുവൻ ഉണ്ടാക്കുന്ന മിഥ്യാഹങ്കാരം മായികമാണ്. ഭൗതിക പ്രകൃതിയെ അധീനതയിലാക്കാനുള്ള ശ്രമത്തിലൂടെ ഒരുവൻ ഉണ്ടാക്കുന്ന മിഥ്യാഹങ്കാരം മായികമാണ്. നമ്മളുടെ എല്ലാവരുടെയും പരിശ്രമം ഇതാണ് യഥാർത്ഥം. നമ്മളുടെ ഒരു യഥാർത്ഥ പിക്ചറാണ് ഇവിടെ ചില പ്രഭുപാദ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. നമ്മളെല്ലാവരും എല്ലാത്തിനെയും കൺട്രോൾ ചെയ്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആ മിഥ്യ അഹങ്കാരത്തോടു കൂടി ജീവിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. പക്ഷെ അവരെല്ലാം ചൈതന്യ മഹാപ്രഭുവിന്റെ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നതിലൂടെ ഒരുവന് ബോധദീപ്തികരമായ ജ്ഞാനം ആർജിക്കുവാനും അങ്ങനെയുള്ള ജ്ഞാനത്താൽ ആത്മീയ ആസ്തിത്വത്തിൽ പുരോഗതി പ്രാപിക്കുവാനും സാധിക്കുന്നു. ഓരോരുത്തരും അവരവരുടെ കർമ്മഫലങ്ങൾ സഹിക്കുകയോ ആസ്വദിക്കുകയോ ചെയ്യണം. ഓരോരുത്തരും അവരവരുടെ കർമ്മഫലങ്ങൾ സഹിക്കുകയോ ആസ്വദിക്കുകയോ ചെയ്യണം. അത്തരം കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങളെ തടയാൻ ആരാലും സാധ്യമല്ല. ഒരുവൻ ഫലേച്ഛാകർമ്മങ്ങളിൽ മുഴുകുന്നിടത്തോളം ജീവിതത്തിന്റെ പരമലക്ഷ്യം നേടാനുള്ള ഉദ്യമത്തിൽ കബളിപ്പിക്കപ്പെടും. വളരെ സ്പെസിഫിക് ആയിട്ട് ഭഗവത്ഗീതയുടെ ഒരു സാരം തന്നെ ഈ ഒരു ആമുഖത്തിൽ ശ്രീ പ്രഭുപാദ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരൊറ്റ ലൈൻ നമ്മൾ മനസ്സിലിരുത്തി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എത്രമാത്രം നമ്മൾ കൃഷ്ണാവബോധത്തിലേക്ക് മുൻപോട്ട് വരുന്നുണ്ട് എന്ന്. എന്താണ്? ഒരുവൻ ഫലേച്ഛാ കർമ്മങ്ങളിൽ മുഴുകുന്നിടത്തോളം ജീവിതത്തിന്റെ പരമലക്ഷ്യം നേടാനുള്ള ഉദ്യമത്തിൽ കബളിപ്പിക്കപ്പെടും. നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത് എങ്ങനെ? ഫലേച്ഛ കൂടാതെ നമ്മളിൽ എത്ര പേര് പ്രവർത്തിക്കുന്നു? ഞാനിപ്പോ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൈ പൊക്കുമായിരിക്കും, ഞാൻ ഫലേച്ഛ കൂടാതാണ് ചെയ്യുന്നത് എന്ന്. അങ്ങനെ ഞാൻ ചോദിക്കുന്നതിൽ അങ്ങനെ കൈ പൊക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ആൻസർ നിങ്ങൾ തരികയാണ് എങ്കിൽ ഞാൻ അതിൽ എത്രമാത്രം വിശ്വസിക്കുമെന്ന് എനിക്കതിന് അറിയില്ല. കാരണം ഞാനത് ചോദിക്കുന്നില്ല. മറ്റൊരു കാര്യം എന്തെന്നാൽ നമ്മൾക്ക് അതിനുള്ള ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിയോ ഇതുവരെ? എന്താണ് ഈ ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞു? ഭഗവത്ഗീതയില് മനോഹരമായ ഒരു ശ്ലോകമുണ്ട്. കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുർഭൂർമാതേ സങ്കോസ്ത്വ അകർമ്മണിഹി. ഭഗവാൻ പറയുന്നു, നിനക്ക് കർമ്മം ചെയ്യാനുള്ള അധികാരമേ ഉള്ളൂ, ഫലത്തിനെ കുറിച്ച് ചിന്തിക്കാനുള്ള അതിനുള്ള അവസരം നിനക്കായിട്ടില്ല, അല്ലെങ്കിൽ അതിനുള്ള റൈറ്റ് നിനക്കില്ല, അവകാശമില്ല എന്ന് ഭഗവാൻ പറയാൻ കാരണം അതിന്റെ ഫല ആസക്തി നമ്മൾക്ക് അതിന്റെ ഫലം നമ്മൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതിനെ വേണ്ടവണ്ണം ഉപയോഗിക്കുവാൻ നമ്മൾക്കറിയില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ആ ഫലത്തിനെ വേണ്ടതുപോലെ എങ്ങനെ വിനിയോഗിക്കണം എന്ന് നമ്മൾക്ക് അറിയില്ല. നമ്മൾ അതിനെ മിസ്യൂസ് ചെയ്യപ്പെടും. അതുകൊണ്ട് ആ മിസ്യൂസ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ നിനക്ക് ഫലത്തിനെ ആകാംക്ഷിക്കാനുള്ള അവകാശമില്ല എന്ന് പറയാൻ കാരണം നമ്മളുടെ എല്ലാവരുടെയും ചിന്താഗതി എന്താണ്? ഞാനാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്നാണ്. ഞാനാണിത് ചെയ്തത് എന്ന് നമ്മൾ നല്ല രീതിയിൽ നല്ല കാര്യം അല്ലെങ്കിൽ നല്ല ഫലം ഉണ്ടാവുകയാണ് എങ്കിൽ അതിന്റെ ക്രെഡിറ്റ് നമ്മൾ എടുക്കുകയും, ചീത്തയാണ് ചെയ്തതെങ്കിൽ മറ്റ് ഘടകങ്ങളെ നമ്മൾ പഴിചാരുകയും ചെയ്യും. അതിൽ എന്റെ ഭാഗം വളരെ ചെറുതാണ് എന്ന് നമ്മൾ സ്ഥിരീകരിക്കാനായി ശ്രമിക്കുന്നു. നമ്മളെ ഭഗവാൻ എങ്ങനെയാണ് കർമ്മം ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നത്? ഫലേച്ഛ കൂടാതെ. പക്ഷെ ഫലേച്ഛ എങ്ങനെ അതില്ലാതെ നമുക്ക് ചെയ്യാൻ സാധിക്കും? നമ്മൾ ഈ ഭൗതികതയുടെ നടുക്കടലിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഭഗവത്ഗീതയിൽ 18-ാമത്തെ അധ്യായത്തില് 14-ാമത് ശ്ലോകത്തിൽ പറയുന്നുണ്ട് 5 ഘടകങ്ങളാണ് അധിഷ്ഠാനം. ആ ശരീരം ഉൾപ്പെടെയുള്ള 5 ഘടകങ്ങൾ ഉണ്ടെങ്കിലേ ഒരു പ്രവൃത്തി സമ്പന്നമാവുകയുള്ളൂ എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയും. അപ്പൊ ഈ 5 ഘടകങ്ങളുടെ സഹായമില്ലാതെ നമ്മൾക്ക് ഒരു പ്രവൃത്തിയും ചെയ്യാൻ സാധിക്കത്തില്ലാത്തത് കൊണ്ട് അനുസൃതമായി പറഞ്ഞാൽ നമ്മൾ ഡിപ്പെൻഡന്റ് ഡൂവറാണ്. നമ്മൾ ഒരിക്കലും ഇൻഡിപെൻഡന്റ് അല്ല, നമ്മൾ ഡിപ്പെൻഡന്റ് ഡൂവറാണ്. നമ്മൾ മറ്റു പല ഘടകങ്ങളെയും ആശ്രയിച്ചുകൊണ്ട് നമ്മൾ പ്രവൃത്തി ചെയ്യുകയാണ് ചെയ്യുന്നത്.
നമ്മളെപ്പോഴും, അതായത് നമ്മളൊരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വീട്ടിൽ നമ്മൾ ഒരു ദിവസം അവിയൽ വെച്ചു എന്ന് വിചാരിക്കാം, അവിയലോ സാമ്പാറോ. അത് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലതായി, വളരെ നന്നായി എന്ന് നമ്മളുടെ സ്പൗസ് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളോ നമ്മുടെ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ കഴിക്കുന്ന ആരെങ്കിലും പറയോ വളരെ നന്നായിരിക്കുന്നു ഈ അവിയല് അല്ലെങ്കിൽ ഈ സാമ്പാർ വളരെ നന്നായിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളുടെ കോളർ പൊക്കും. യെസ്, ഞാനാണ് ഇത് ചെയ്തത് എന്ന് നമ്മൾ ക്രെഡിറ്റ് എടുക്കുന്നു. എന്നാൽ അത് ടേസ്റ്റ് പോരാ, ഉപ്പ് കൂടുതലാണ് അല്ലെങ്കിൽ പുളി ഇല്ലായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ, അശു അതെന്റെ കൈ തട്ടി വീണതാണ് ഉപ്പ്, അല്ലെങ്കിൽ ഞാൻ പുളി എടുത്തു പക്ഷെ കുറച്ചേ പിഴിഞ്ഞുള്ളൂ. നമ്മൾ അങ്ങനെ പല തരത്തിലുള്ള എക്സ്ക്യൂസസ് നമ്മൾ കണ്ടുപിടിക്കാനായി ശ്രമിക്കുന്നു. അപ്പൊ ആ അവിയല് ശരിയാകണമെങ്കിൽ തന്നെ അതിനകത്തിലിടുന്ന ചേനയും പടവലങ്ങയും മുരിങ്ങക്കയുടെയും ഒക്കെ ടേസ്റ്റ് അതിന് ബാധകമാണ്. അതിൽ ചേർക്കുന്ന തേങ്ങയുടെ ടേസ്റ്റ് ബാധകമാണ്. വെളിച്ചെണ്ണ കനച്ച വെളിച്ചെണ്ണയാണ് എങ്കിൽ ആ അവിയലിന് ടേസ്റ്റ് വരില്ല എന്ന യാഥാർത്ഥ്യത്തിന് നമ്മൾ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. കാരണം മറ്റുള്ള ഇൻഗ്രീഡിയൻസിന്റെ എല്ലാം കോൺട്രിബ്യൂഷൻ അതിലുള്ളത് കൊണ്ടാണ് അവിയലിന്റെ ടേസ്റ്റ് വന്നത് എന്ന യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ച് നമ്മൾ നമ്മളുടെ കോളർ പൊക്കുമ്പോൾ അതിനെയാണ് ഫല ഇച്ഛയോടുകൂടി കർമ്മം ചെയ്യുക എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിളായി പറഞ്ഞത് മാത്രം. ഇതുപോലെ ഓരോ പ്രവൃത്തികളിലും ഞാൻ ചെയ്തു എന്ന് ക്രെഡിറ്റ് എടുക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ സ്ഥിരമായി ഓർക്കേണ്ടതുണ്ട്. ഐ ആം എ ഡിപ്പെൻഡന്റ് ഡൂവർ, ഐ ആം നോട്ട് ഇൻഡിപെൻഡന്റ്. ഞാൻ സ്വതന്ത്രനായ ഒരു കർത്താവല്ല, ഞാൻ മറ്റു പല ഘടകങ്ങളുമായി കണക്ട് ചെയ്യപ്പെട്ട ഒരു ഡിപ്പെൻഡന്റ് ആശ്രിതനായ കർത്താവാണ് ഞാൻ എന്ന സ്വബോധം നമുക്കുണ്ടാകുമ്പോൾ പറയാം നമ്മൾ കൃഷ്ണ കോൺഷ്യസ്നെസ്സിൽ ഒരു തലത്തിലേക്ക് നമ്മൾ മുമ്പോട്ട് വന്നു, അല്ലെങ്കിൽ ഫല ഇച്ഛ കൂടാതെ നമ്മൾ പ്രവർത്തിച്ച് ചെയ്യാൻ പഠിക്കുന്നു എന്ന ഒരു തോന്നൽ. പക്ഷെ അതുവരെ നമുക്ക് ഒരുപാട് യാത്ര നമ്മൾ ചെയ്യേണ്ടതായി വരുന്നു. ശ്രീ ചൈതന്യ ചരിതാമൃതം എന്ന ഈ ഗ്രന്ഥത്തിൽ അവതരിപ്പിക്കുന്ന ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഉപദേശങ്ങൾ ഗ്രഹിക്കുന്നതിലൂടെ ആധ്യാത്മിക ജീവിതത്തിന്റെ പുതിയൊരു പ്രകാശം മനുഷ്യ സമൂഹത്തിന് അനുഭവ വേദ്യമാകുമെന്നും അതുവഴി പരിശുദ്ധനായ ആത്മാവിന്റെ വാസ്തവികമായ പ്രവർത്തന മേഖല തുറന്നു കിട്ടുമെന്നും ഞാൻ ആത്മാർത്ഥമായി പ്രത്യാശിക്കുന്നു. ഓം തത്സത്. ശ്രീ പ്രഭുപാദ് ഇവിടെ തന്റെ ആമുഖം ഇവിടെ അവസാനിപ്പിക്കുന്നത് തന്റെ ആഗ്രഹം എന്താണ്, ഇത് എഴുതി അല്ലെങ്കിൽ ഇത് പ്രചരിപ്പിക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് എന്ന് ശ്രീ പ്രഭുപാദ് ഇവിടെ പറയുകയാണ്. ആധ്യാത്മിക ജീവിതത്തിന്റെ പുതിയൊരു പ്രകാശം മനുഷ്യ സമൂഹത്തിന് അനുഭവവേദ്യമാകുമെന്നും അതുവഴി പരിശുദ്ധനായ ആത്മാവിന്റെ വാസ്തവികമായ പ്രവർത്തന മേഖല തുറന്നു കാട്ടുമെന്നും ഞാൻ ആത്മാർത്ഥമായി പ്രത്യാശിക്കുന്നു എന്നാണ് ശ്രീ പ്രഭുപാദ് ഇവിടെ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ പ്രത്യാശ നമ്മൾക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു വഴികാട്ടിയായി മാറും ഈ ചരിതാമൃതം എന്ന ആ ഒരു പ്രത്യാശയിലൂടെയാണ് ശ്രീ പ്രഭുപാദ് തന്റെ ആമുഖം ഇവിടെ അവസാനിപ്പിക്കുന്നത്. നമുക്കിവിടെ ശ്രീ പ്രഭുപാദ് ഇവിടെ നമുക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ ജീവിതത്തിൽ കൂടി നമ്മൾ പഠിക്കാനായി ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഈ ഭൗതിക തലത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ മായയിൽ അകപ്പെടാതെ അല്ലെങ്കിൽ മായയുടെ പ്രഭാവത്തിൽ നമ്മൾ അകപ്പെടാതെ നമ്മുടെ മനസ്സിന്റെ സ്ഥിതിയെ പോലും അതെങ്ങനെ കൺട്രോൾ ചെയ്യണം, അതെങ്ങനെ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ അല്ലെങ്കിൽ അതിശക്തമായ മനസ്സിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ എങ്ങനെ സാധിക്കുമെന്നും ശ്രീ പ്രഭുപാദ് നമുക്കിവിടെ പഠിപ്പിച്ചു തരികയാണ് ചെയ്യുന്നത്. ഭഗവത്ഗീതയില് ഭഗവാൻ കൃഷ്ണൻ പറയുന്നുണ്ട്, ഭൗതികതയിൽ ജീവിക്കുന്ന നീ, അതായത് നമ്മളിവിടെ ഭൗതികതയിൽ ജീവിക്കുമ്പോൾ ഒരു കുളത്തിലുള്ള അല്ലെങ്കിൽ ഒരു ജലാശയത്തിലുള്ള താമരയുടെ ഇലയിൽ ജലത്തിൽ ജീവിക്കുമ്പോൾ പോലും ജലത്തിന്റെ അംശം അതിൽ പറ്റാതെ അല്ലെങ്കിൽ അതിൽ അറ്റാച്ച്ഡ് ആവാതെ ഒരു താമര ഇല എങ്ങനെ ജലാശയത്തിൽ നിൽക്കുന്നോ അതുപോലെ വേണം നമ്മളും ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അതിനോട് ആസക്തി കൂടാതെ അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് ഇല്ലാതെ നമ്മൾ ജീവിക്കാനെ പഠിക്കണം എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ നമുക്ക് ഉപദേശിക്കുന്നുണ്ട്. ചൈതന്യ ശ്രീ ഭഗവാൻ ശ്രീ പ്രഭുപാദ് നമുക്ക് അതിനുവേണ്ടി ഉത്തമമായ ഒരു മാർഗം, ഒരു സാൻഡ്വിച്ച് രൂപത്തിലുള്ള ഒരു സിസ്റ്റമാറ്റിക് ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ശ്രീ പ്രഭുപാദ് നമുക്ക് നൽകിയിരിക്കുന്നത്. രാവിലെ വെളുപ്പിനെ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നമ്മൾ മംഗളാരതി, ഭഗവത് നാമജപം, ശ്രീമദ് ഭഗവത്ഗീത, തുളസി ആരതി, ഭാഗവത ഗ്രന്ഥപാരായണം അല്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഭൗതികപരമായ കാര്യങ്ങളിലേക്ക് നമ്മൾ നീങ്ങുക. ഭൗതികപരമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ആ അസോസിയേഷനിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത്
നമ്മൾ എന്താണോ ഗെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്രമാത്രം നമ്മളുടെ സാധന സ്ട്രിക്റ്റ് ആണോ, അതനുസരിച്ച് നമ്മള് ഭൗതിക ലോകത്തിൽ, ഭൗതിക ജീവിതത്തിൽ, ഓഫീസ് അല്ലെങ്കിൽ നോൺ ഡിവോട്ടി അസോസിയേഷനിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ കാർമ്മികപരമായ ചില കാര്യങ്ങൾ, നമ്മുടെ തീർച്ചയായിട്ടും ഭൗതികപരമായുള്ള ബാധ്യതകൾ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭൗതികമായ ആൾക്കാരുമായി ഇടപെട്ടേ പറ്റൂ. പക്ഷെ ആ സമയത്ത് നമുക്ക് തരുന്ന സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മൾ അസോസിയേഷനിൽ നിൽക്കുമ്പോൾ നമ്മൾ ഗെയിൻ ചെയ്യുന്ന സാധനയുടെ ശക്തിയാണ് നമുക്ക് നോൺ ഡിവോട്ടി അസോസിയേഷനിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്ട്രെങ്ത്. അതിനുശേഷം വൈകിട്ട് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സന്ധ്യാരതി, ഭഗവത്ഗീത പാരായണം അല്ലെങ്കിൽ പ്രഭുപാദിന്റെ മറ്റു ബുക്കുകൾ വായിച്ച് നമ്മൾ ഉറങ്ങുന്നു. അപ്പം ഇതൊരു സാൻഡ്വിച്ച് രൂപത്തിലുള്ള, മുകളിലും നല്ല തിക്നെസ്, ഇടയിലും നല്ല തിക്നെസ്, ഇടയിൽ ചെറിയൊരു ഭാഗം നമ്മൾ ഭൗതിക ജീവിതത്തിലേക്ക് നമ്മൾ നീങ്ങി നിന്നാലും നമ്മളുടെ അസോസിയേഷനിൽ, നമ്മളുടെ ഡിവോട്ടി സത്സംഗത്തിൽ നമ്മുടെ സാധനയുടെ ശക്തി, ഗ്രന്ഥശാസ്ത്രങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അറിവിന്റെ ശക്തി കൊണ്ട് നമുക്ക് നോൺ ഡിവോട്ടി അസോസിയേഷൻ ആണെങ്കിലും നമ്മൾക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഒരിക്കലും നമ്മളെ ഡോമിനേറ്റ് ചെയ്യാതെ നമുക്ക് ആധ്യാത്മിക തലത്തിൽ തന്നെ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സ്പിരിച്വൽ സാൻഡ്വിച്ച് ഫോർമാറ്റ് ആണ് നമുക്ക് ചില പ്രഭുപാദം നൽകിയിട്ടുള്ളത്. തുടർന്നുള്ള ചൈതന്യ ചരിതാമൃത പഠനത്തിൽ നമുക്ക് തീർച്ചയായിട്ടും അതേ രീതിയിലുള്ള ഒരു വീക്ഷണത്തോടുകൂടി നമ്മൾ ചൈതന്യ ചരിതാമൃതത്തെ കാണുകയും അതിൽ നിന്ന് നമ്മൾക്ക് ഗ്രഹിക്കാനുള്ളത് നമ്മൾ ഗ്രഹിച്ചെടുത്ത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും അത് വലിയൊരു സക്സസ് തന്നെ ആയിരിക്കും. ചില പ്രഭുപാദിന്റെ ആ ഒരു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് സമ്പൂർണ്ണമാക്കാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീ ചൈതന്യ മഹാപ്രഭു की जय, श्रील प्रभुपाद की जय, श्रील गुरुदेव की जय, गौर श्रीनाथ പ്രേമാനന്ദേ. ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. വളരെ വളരെ മനോഹരമായ ക്ലാസ്. വളരെ നന്ദിയുണ്ട് പ്രഭുജി. വളരെ നന്ദി. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. സമയം എക്സീഡ് ആയില്ലോ പ്രഭു. 10 minutes ആയത്. 6 വരെയല്ലേ ടൈം, അതോ 5:45? 6 മണി വരെ എടുക്കാം പ്രഭു. ഭാവിയില് നമുക്ക് 5:45 മുതൽ 6 മണിക്കകത്ത് നിർത്താം. ഭാവിയില് 6:30 വരെയും നമുക്ക് എടുക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വൈൻഡപ്പ് ആർക്ക് സംശയം ഒന്നും ഇല്ലെങ്കിൽ വിൽ വൈൻഡപ്പ് പ്രഭു. ഓർ എനി അതർ പ്രൊസീജിയർ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല പ്രഭു, ഒരു അനൗൺസ്മെന്റ് ഞാൻ ചെയ്തോട്ടെ പ്രഭു, അങ്ങയുടെ കൃപയാൽ. തീർച്ചയായും. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. പ്രഭുജീസ് ആൻഡ് മാതാജീസ്, ഭഗവാന്റെ കൃപയാൽ വളരെ മനോഹരമായ ഒരു ചൈതന്യ ചരിതാമൃത ക്ലാസ് ആണ് ഇപ്പോൾ നടന്നത്. ഇതേപോലെ എല്ലാ ദിവസവും ഞായർ ഒഴിച്ചുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം ഇതേ സെയിം ലിങ്കിലാണ് നമ്മൾ ഈ ക്ലാസ് നടത്തുന്നത്. അപ്പോ ഹരിചന്ദ്ര ഗോവിന്ദ പ്രഭുവിനെ പോലുള്ള വളരെ സീനിയർ ആയിട്ടുള്ള വൈഷ്ണവർ ആയിരിക്കും ഈ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതിന്റെ ലിങ്ക് സെയിം ആണെന്നുള്ളത് മനസ്സിലാക്കി എല്ലാ ദിവസവും ലിങ്ക് കിട്ടിയില്ലെങ്കിൽ കൂടി സെയിം ലിങ്കിൽ ദയവായി കയറാൻ ശ്രമിക്കുക. അതേപോലെ എല്ലാ ദിവസവും ഞായർ ഒഴിച്ചുള്ള ദിവസങ്ങളിൽ ഇതേ ലിങ്കിൽ തന്നെ ഭഗവത്ഗീത ക്ലാസ് രാവിലെ 8 മുതൽ 9 മണി വരെ ഉണ്ടായിരിക്കുന്നതാണ്. ഇതൊരു അറിയിപ്പായി എടുത്ത് എല്ലാ ഭക്തന്മാരും ദയവായി എല്ലാ ക്ലാസ്സിലും വരികയും അവരവരുടെ ഗ്രൂപ്പുകളിൽ ഇതിനെ ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു പ്രഭുജി. വളരെ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു സോ മച്ച്. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗൗരാംഗ ഭക്തവൃന്ദ की जय, श्री प्रभुपाद की जय.